പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പരമ്പരയിലെ 35-ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ട്രൂത്ത് ടാഗ് സത്യം അന്വേഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി അതിനായിട്ട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയും, നമ്മളെങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ നമ്മൾക്ക് നമ്മുടേതായ ഒരു ജീവിതക്രമവും ഭരണ രീതിയും ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള സംഭാഷണമാണ് ഈ ട്രൂത്ത് ടാഗിൻ്റെ സംഭാഷണ പരിപാടിയിലെ പ്രധാന അംശം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ, അത് OIOP എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ അവിടെ ഇവിടെ ചെറിയ പോക്കറ്റുകളിലൊക്കെ അതിനെക്കുറിച്ചുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കാര്യമായൊരു പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും, അതായത് ഭൂമിയിൽ ജനിച്ച, അതായത് നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും കുറേ കഴിയുമ്പോൾ 60 വയസ്സെത്തും. അവർക്കെല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നില്ല. കിട്ടുന്ന ജോലി അവർ സ്വീകരിക്കുന്നു. അത് കൃഷിപ്പണിയാകാം, മെക്കാനിക്കാകാം, നിർമ്മാണ തൊഴിലാളിയാകാം, IT മേഖലയിൽ ജോലിയാകാം, ഏത് തൊഴിലാകാം. അപ്പോൾ അവർക്കൊക്കെ 60ാമത്തെ വയസ്സിൽ, അവർ 60 വയസ്സെത്തുമ്പോൾ അവർക്ക് ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് വരാൻ പാടില്ല. അവരൊരു പൗരനായിട്ട്, ഒരു രാജ്യത്തിൻ്റെ പൗരനായിട്ട് 60 വർഷം ജീവിച്ച് 60ാമത്തെ വയസ്സിൽ ഒരു അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നത് പോലുള്ളൊരവസ്ഥ ആകാൻ പാടില്ല. കാരണം അവരുടേതായൊരു വലിയ സംഭാവന ഈ രാഷ്ട്രത്തിന്, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നീതിപൂർവ്വം എല്ലാവർക്കും ഒരു വരുമാനം, അവരുടെ ജീവിത സായാഹ്നത്തിൽ 60 വയസ്സെത്തുമ്പോൾ ആരെയും ആശ്രയിക്കാതെ അഭിമാനത്തോടെ ജീവിക്കാനായിട്ട് ഒരു വരുമാനം ഉണ്ടാകണം. അത് ഒരു പെൻഷൻ പദ്ധതിയിലൂടെ ആകണം. ഇപ്പോൾ അവർ ആ സംഘടന ആവശ്യപ്പെടുന്നത് കുറഞ്ഞത് 10,000 രൂപ പ്രതിമാസ പെൻഷൻ കിട്ടണമെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, സാമൂഹ്യ പെൻഷനുണ്ട്, 1,600 രൂപയാണ്. 1,600 രൂപ കൊണ്ട് നമുക്ക് ആർക്കും ജീവിക്കാനാവില്ല. അതായത് ദിവസം 50 രൂപ കൊണ്ട് നമുക്ക് 1, 2, 3 ചായ അല്ലെങ്കിൽ അത്ര കിട്ടുള്ളൂ. അപ്പം പിന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പലരും പറയും അവർക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൗജന്യമായിട്ട് ചികിത്സയുണ്ട്, അങ്ങനെ ചില സൗജന്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരതുകൊണ്ട് ജീവിച്ചോണം. അതൊരു ന്യായമായ കാര്യം ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കും അന്യായമാണെന്ന് പറയാനും കഴിയില്ല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ 5, 8 അല്ലെങ്കിൽ 5, 6 മക്കളുണ്ട്. ഒരാൾ അല്ലെങ്കിൽ എല്ലാവരും പഠിക്കുന്നു, ഒരാൾക്ക് പഠിച്ച് ഭാഗ്യം കൊണ്ട് ജോലി കിട്ടുന്നു. അപ്പോൾ ആ ഒരാളെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്ന മറ്റുള്ളവരെല്ലാം കൂടെ കൂടിയാണ്. അങ്ങനെ ഉദ്യോഗം കിട്ടുന്ന ആൾ മാത്രം ശമ്പളവും മേടിച്ച് പെൻഷനും മേടിച്ച് സുഖമായിട്ട് ജീവിക്കുകയും ആ വ്യക്തിയെ പഠിപ്പിക്കാനും എത്തിക്കാനും ഒക്കെ സഹായിച്ചവർ ജീവിതത്തിൽ വരുമാനമില്ലാതെ അലയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരു മനുഷ്യത്വരഹിതമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിലോ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിനെ ന്യായീകരിക്കാനോ നീതീകരിക്കാനോ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ സർക്കാർ പറയുന്നത് എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, തികയില്ല. അപ്പോൾ കുറച്ച് പേർക്ക് ആവശ്യത്തിലേറെ ശമ്പളം കൊടുക്കും. നമ്മൾ ഒന്ന് കണക്കാക്കി നോക്കിയാൽ അറിയാം, നമ്മുടെ രാജ്യത്ത് സാമാന്യം നല്ല നിലയിൽ ജീവിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കാം. 1 ലക്ഷം രൂപ, ദിവസം 3,000 രൂപ. ദിവസം 3,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണവും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മുടെ പിള്ളേരുടെ പഠനവും ഒക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് 1 ലക്ഷം രൂപ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവാരം അനുസരിച്ച് മതിയാവും. അപ്പോൾ അങ്ങനെ 1 ലക്ഷം രൂപ കൊണ്ട് ജീവിക്കാവുന്ന ഒരു രാജ്യത്ത് അതിലേറെ ശമ്പളം കൊടുക്കുന്ന, അതിലെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അതൊരു നീതി നിഷേധമാണ്. അപ്പം അങ്ങനെ ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണം, 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ താഴെ കുറച്ച് പേർ കൊടുക്കാനില്ല. 10% പേർക്ക് ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ 90% പേർക്ക് ഇതൊന്നും കൊടുക്കാനില്ല എന്നുള്ളൊരു നിലപാടെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ്. എന്നാൽ പല സാമ്പത്തിക വിദഗ്ധന്മാരും ആസൂത്രണ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഘടന ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ടാക്സേഷൻ വകുപ്പിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരുന്ന ഒരു ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭയായ ഒരു സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, നമ്മുടെ ആസൂത്രണ കമ്മീഷനിലെ അംഗമായിരുന്ന ശ്രീ BA പ്രകാശ്, ഇങ്ങനെ നിരവധി എക്സ്പേർട്സ്, വിദഗ്ധന്മാർ, സാമ്പത്തിക വിദഗ്ധന്മാർ, ഭരണ രംഗത്ത് അറിവുള്ളവർ പറയുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ വെച്ചോണ്ട് എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയും. 10,000 രൂപ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുത്ത അവിടെ തീരുമല്ലോ. 10,000 രൂപ ഒരാളുടെ എത്തിക്കഴിഞ്ഞാൽ ആ 10,000 രൂപയുടെ കൊണ്ട് ഈ ബാങ്കിലിടുകയോ അല്ലെങ്കിൽ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടി വെക്കുകയോ അല്ലല്ലോ ചെയ്യുക. അത് നിത്യ ജീവിത ചെലവിലേക്ക്, ആവശ്യങ്ങളിലേക്ക് ഉപയോഗിക്കുകയാണ്. 10,000 രൂപയും എനിക്കൊന്നൊരു 15 ദിവസം കൊണ്ട് കറങ്ങിത്തിരിഞ്ഞ് സമൂഹത്തിൽ എല്ലായിടത്തും വ്യാപിക്കും. ചെറിയ തട്ടുകടയിലെ ചായ കുടിക്കുന്ന വഴിയായിട്ട്, ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന വഴിയായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന വഴിയായിട്ട്, ഇതിലെല്ലാം ഇങ്ങനെ കൊടുക്കുന്ന പണം അത് തിരിച്ച് സമൂഹത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പണം നഷ്ടപ്പെടുകയല്ല, അത് സർക്കുലേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 20% ജനങ്ങൾ എന്ന് പറഞ്ഞാൽ 14 28 കൂട്ടിക്കോ, 25 കോടി ജനങ്ങൾ പെൻഷന് അർഹരായി തീരുക.
ഇവർ പറയുന്ന പോലെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന സംഘടന പറയുന്നത് പോലെ 10,000 രൂപ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് നിങ്ങളതിൻ്റെ കണക്ക് നോക്കിയാൽ അറിയാം. 25 കോടി ജനങ്ങൾക്ക് 10,000 രൂപ കിട്ടിക്കഴിയുമ്പോൾ അത്രയും പണം അത് ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാമ്പത്തിക ധാരകളിലേക്ക് അങ്ങ് പടർന്ന് പ്രവഹിക്കുകയാണ്. നേരെ മറിച്ച് വലിയ ശമ്പളം കിട്ടുന്നവർ, വലിയ പെൻഷൻ കിട്ടുന്നവരൊക്കെ എന്താ ചെയ്യുക? അവർക്ക് ആ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 10,000-50,000 രൂപ കൂടുതലൊന്നും ഒരു മാസം ചിലവഴിക്കാനാവില്ല. പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് നല്ല ആഹാരമൊന്നും വലിയ ഉള്ള ആഹാരമൊന്നും കഴിക്കാൻ ഒക്കുകയില്ല. അവരുടെ ആവശ്യങ്ങൾ കുറയുന്നു. പിന്നെ അങ്ങനെ ജീവിച്ചവർക്ക് അവരുടെ മക്കളൊക്കെ നല്ല സ്ഥിതിയിലായിരിക്കും, അവർക്ക് നല്ല സമ്പാദ്യം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പണം മേലെ തട്ടിലുള്ള അവരുടെ വലിയ പെൻഷൻ തുക അല്ലെങ്കിൽ വരുമാനം സേവിങ്സ് എന്ന് പറയുന്ന ഒരു സേവിങ്സ് എന്ന് പറയുന്നത് ഇപ്പം ബാങ്കിലെ അക്കൗണ്ടിലെ ബാങ്കിൽ സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ആ സ്ഥിര നിക്ഷേപം ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയൊക്കെ ആയി കഴിയുമ്പോൾ ഇത് എടുത്ത് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമൂഹത്തിലേക്ക് എടുത്ത് വിനിയോഗിക്കാനായിട്ടും ഭയമുണ്ടാകും. അപ്പോൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്പനി, ഒരു ഫ്ലാറ്റ് നിർമ്മാണ കമ്പനിയുടെ ഒരു ഫ്ലാറ്റ് അങ്ങ് ബുക്ക് ചെയ്യുക. അപ്പം മക്കളൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കും. ഈ നാട്ടിലുള്ള അച്ഛൻ, പിതാവ് അല്ലെങ്കിൽ മാതാവ് അവരുടെ സ്വത്ത്, അവർക്ക് സമ്പാദ്യം ഒരു ഫ്ലാറ്റിലേക്ക് നിക്ഷേപിക്കുന്നു. ആ ഫ്ലാറ്റ് അവിടെ ചിലപ്പം ഉപയോഗിക്കാതെ കിടക്കും, നിക്ഷേപമായിട്ട് കിടക്കുകയാണ്. 1 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് വെറുതെ ആരും താമസിക്കാറില്ലാതെ അടഞ്ഞു കിടക്കുന്നു. ആ പണം ഒരു മൃത നിക്ഷേപം എന്ന് തുടങ്ങി നമുക്ക് കണക്കാക്കാം. അപ്പം അങ്ങനെ വരുന്ന ഒരുപാട് സമ്പത്ത് രാജ്യത്ത് മൃത നിക്ഷേപങ്ങൾ പോലെയോ അല്ലെങ്കിൽ വേണ്ടത്ര പ്രത്യുൽപാദനപരമല്ലാത്ത ഇതിലേക്ക് ചെറിയ കുളത്തിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിലെ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കണം, അതൊരു ജലപ്രവാഹം പോലെയാണ്, ജലം പോലെയാണ്. അതൊഴുകി കൃഷിയിടങ്ങളിലും കുടിവെള്ളമായിട്ടും കന്നുകാലികൾക്ക് ദാഹജലമായിട്ടും ഒക്കെ ചെല്ലുമ്പോൾ മാത്രമാണ് ഒരു ദേശത്ത് സമൃദ്ധി ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ആ വെള്ളം ഒരു അരുവിയിലെ അല്ലെങ്കിൽ ഒരു തോട്ടിലെ ജലം ഒരു കിണറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു കുളത്തിലോട്ടോ തിരിച്ചു വിട്ടിട്ട് അത് അവിടെ കെട്ടിക്കിടന്നാൽ അവിടെ കെട്ടിക്കിടക്കും. അത് മനുഷ്യർക്ക് സമൂഹത്തിന് പ്രയോജനം കാര്യമായിട്ടുണ്ടാകുന്നില്ല. ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനജലമായി തീരുകയും സമൂഹത്തിന് ദോഷം ആയിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി ശാസ്ത്രീയമായിട്ട് അത് എല്ലാവർക്കും, അതായത് ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കും ബാധകമായൊരു കാര്യമാണ് വാർദ്ധക്യത്തിലൊരു പെൻഷൻ കിട്ടുക. അത് ഉറപ്പാക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, അതിനായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ അവരുടെ ആ വാദഗതികളെ പഠിക്കുക, സമൂഹത്തിൽ ഏത് രീതിയിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചറിയുക ഒക്കെയുള്ള നമ്മുടെ ചുമതലയാണ് ഓരോ മനുഷ്യൻ്റെയും. കാരണം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഭാഗ്യം കൊണ്ട് മാത്രം, ചാൻസ് കൊണ്ട് ചിലപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗം കിട്ടാം, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന ജോലിയാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ സാമ്പത്തിക മാറ്റം ഉണ്ടാവണം, ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവണം, സാമൂഹ്യ നീതി ഉണ്ടാവണം. ഇതിലേക്കൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ഓരോരുത്തരും പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കുന്നതാണ്. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.